തുടർച്ചയായ 13 ദിവസത്തെ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാൻ അമേരിക്ക സംഘർഷങ്ങൾക്ക് താൽക്കാലിക വിരാമമെന്ന റിപ്പോർട്ടുകൾ. പുതിയ ആക്രമണങ്ങൾ വെള്ളിയാഴ്ച നിർത്തിവെക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈനികർക്ക് നിർദ്ദേശം നൽകി. ഒമാൻ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് വെടിവെപ്പ് നിർത്താൻ ഉത്തരവിട്ടത്. വിവരങ്ങളുമായി വിസ്മയ പ്രകാശ് ചേരുന്നു. വിസ്മയ, എന്തായാലും ഇറാൻ അമേരിക്ക സംഘർഷങ്ങൾക്ക് താൽക്കാലിക വിരാമമെന്നൊരു റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഈ ഒരു ഇറാൻ അമേരിക്ക സംഘർഷം, അതായത് 13ാം ദിനവും തുടരുന്നതിനിടെ ഈ ഒരു ആക്രമണം നിർത്തിവെക്കണം എന്നുള്ളൊരു കാര്യമാണ് ട്രംപ് സൈനികർക്ക് ആ ഒരു നിർദ്ദേശം നൽകി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ തന്നെ ഈ ഒരു ആക്രമണത്തിന് വിരാമമിട്ടോ അല്ലെങ്കിൽ ആക്രമണം അവസാനിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് മുന്നിലുള്ളത്. എന്തായാലും ഈ ഒരു വെള്ളിയാഴ്ച ആക്രമണം ഉണ്ടാകരുത്, അല്ലെ ആക്രമണം നിർത്തിവെക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് സൈനികർക്ക് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു ദിവസം, അതായത് ഇത്രയും ദിവസം ആക്രമണം തുടർന്നിരുന്നു. അതിന് പിന്നാലെ ഒരു രാത്രി ആക്രമണങ്ങൾ ഒന്നുമില്ലാത്ത ഒരു രാത്രിയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് ഈ ഒരു യു എസ് ഇറാൻ ആക്രമണങ്ങൾക്ക് വിരാമം ഇടുകയാണോ എന്നുള്ളൊരു ചോദ്യമാണ് മുന്നിലുള്ളത്. എന്തായാലും ട്രംപ്, അതായത് ടെഹ്റാനിൽ ഈ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. സമാധാന ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് വൈറ്റ് ഹൗസും വ്യക്തമാക്കിയിട്ടുണ്ട്. സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒമാൻ്റെ നേതൃത്വത്തിലുള്ളവർ, അല്ലെങ്കിൽ ഒമാനിൽ നിന്ന് ചർച്ചകൾക്കായി പ്രതിനിധി സംഘം ഈ ടെഹ്റാനിൽ എത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം സൈനികർക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ സമാധാന ചർച്ചയുടെ ഭാഗമായുള്ളൊരു നിർദ്ദേശമാണോ ഇത് എന്നും സംശയിക്കേണ്ടതുണ്ട്. എന്തായാലും ആ ഒരു ഒമാൻ പ്രതിനിധി സംഘം ഈ ഒരു ചർച്ചക്കായി ടെഹ്റാനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ഒരു ചർച്ച പുരോഗമിച്ചിരിക്കുകയാണ്. മുൻപേയും ഇതുപോലത്തെ സമാധാന ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ വെടിനിർത്തൽ കരാർ ഉൾപ്പെടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ വെടിനിർത്തൽ കരാർ തീരുന്നതും വീണ്ടും ഇതുപോലത്തെ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതും മറ്റ് രാജ്യങ്ങളെ അടക്കം ആശങ്കയിലാക്കുന്നതും. എന്തായാലും വീണ്ടും ഇതൊരു സമാധാന ചർച്ചയിലേക്കാണ് പോകുന്നത്. എന്തായാലും ഒമാൻ പ്രതിനിധി സംഘമാണ് ടെഹ്റാനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ മുന്നേയും ഇതുപോലെ തന്നെ ഖത്തറിലെ ആണെങ്കിലും അതുപോലെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ളവർ പ്രതിനിധി സംഘങ്ങൾ മധ്യസ്ഥ വഹിച്ചാണ് ഈ ഒരു സമാധാന ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒമാൻ പ്രതിനിധി സംഘമാണ് ടെഹ്റാനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രംപ് പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു കരാറിനായി ടെഹ്റാൻ കൊതിക്കുന്നു, അല്ലെങ്കിൽ ടെഹ്റാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു കരാർ വേണം, അല്ലെങ്കിൽ കരാറിന് ഇറാൻ നിർബന്ധം പിടിക്കുന്നതായുള്ളൊരു കാര്യമാണ് ട്രംപ് മുൻപേയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കരാർ ഇറാൻ വേണമെന്ന് ഇറാൻ അഭ്യർത്ഥിക്കുന്നു, അല്ലെ ഇറാൻ എന്നുള്ളൊരു കാര്യം ഉൾപ്പെടെയായിരുന്നു ട്രംപ് മുൻപേയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അതായത് ഈ ഒരു കരാറിനായി ടെഹ്റാൻ കൊതിക്കുന്നു എന്നുള്ള രീതിക്കുള്ളൊരു കാര്യമാണ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കരാർ ഇറാൻ കൂടുതൽ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും അതുപോലെ തന്നെ കരാറിലെത്തുന്നതാണ് കൂടുതൽ ബുദ്ധിപരമായ തന്ത്രമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറാനെതിരായ സൈനിക നടപടിയിൽ കുവൈറ്റ് പങ്കാളിയാവുന്നു എന്നുള്ളൊരു വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമം നൽകിയിരുന്നു. വാൾസ്ട്രീറ്റ് ജേണലാണ് അദ്ദേഹത്തിലൊരു വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു വാർത്ത കുവൈറ്റ് പൂർണ്ണമായും തള്ളിയിട്ടുണ്ട്. ഇത്തരത്തിൽ സൈനിക നടപടികളിൽ, അതായത് ഇറാനെതിരായ സൈനിക നടപടികളിൽ കുവൈറ്റ് പങ്കാളികളായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് കുവൈറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു നടപടി, അതായത് ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടായിട്ടുണ്ട്, ഇറാനെതിരെ യുദ്ധമുണ്ടായിട്ടുണ്ട്. ആ ഒരു യുദ്ധത്തിൽ തന്നെ, ഒരു സംഘർഷത്തിൽ തന്നെ അമേരിക്കയുടെ 11 പോർ വിമാനങ്ങൾ തകർത്തതായി ഇറാൻ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും മറ്റൊരു കാര്യം, ഇറാൻ ഇപ്പോഴും അമേരിക്ക അടക്കം ഭീഷണിപ്പെടുത്തുന്നത് അമേരിക്കക്ക് ആര് പിന്തുണ നൽകുന്നു അവിടെ സംഘർഷമുണ്ടാവും, അല്ലെ അവർ ആക്രമിക്കും എന്നുള്ളൊരു ഭീഷണി കൂടെ ഇറാൻ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഇറാനിലേക്ക് ആക്രമണം നടത്താൻ ഇസ്രയേൽ അമേരിക്കയുടെ കൂടി ഉണ്ടായിരുന്നു. അതുപോലെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇതുപോലെ ഈ ഒരു ആക്രമണത്തിന് പിന്തുണക്കുകയാണെങ്കിൽ അവിടെയും കൂടെ ആക്രമിക്കും എന്നുള്ളൊരു കാര്യം ഉൾപ്പെടെയാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ആക്രമണം തുടരുന്നതിനിടെ തന്നെ ഇറാൻ ഒരു മുന്നറിയിപ്പ് പോലെ അമേരിക്കക്ക് നൽകിയിരുന്നു. അതായത് ആക്രമണം തുടരുകയാണെങ്കിൽ ഇതുപോലെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ അമേരിക്കയും അങ്ങോട്ടും
മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടായിരുന്നു. അപ്പോൾ അടിക്ക് തിരിച്ചടി എന്നോണം അമേരിക്ക ആക്രമിക്കുകയും തിരിച്ച് ഈ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമിക്കുകയും അത്തരത്തിലുള്ള സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്നലെ രാത്രി ഒരു നിശബ്ദത അല്ലെങ്കിൽ ഇന്നലെ രാത്രി ഒരു ആക്രമണങ്ങളൊന്നും ഒരു അമേരിക്കയിലോ അല്ലെങ്കിൽ ഇറാനിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ ഉണ്ടായിട്ടില്ല. ഇറാനിലേക്കുള്ള ഈ ഒരു ആക്രമണങ്ങൾ നിർത്തിവെക്കാനുള്ളൊരു നിർദ്ദേശമാണ് ട്രംപ് നൽകിയിട്ടുണ്ടായിരുന്നത്. മറ്റൊരു കാര്യം, ഇറാനിയൻ കപ്പലുകൾ ആക്രമിച്ചു എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പലുകൾ ആക്രമിച്ചു. അത് ഉക്രൈനാണ് ആ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. കീവ് ബോംബ് വെച്ചാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിൽ ഇറാൻ്റെ ഒരു നാവികൻ കൊല്ലപ്പെട്ടതായും അതുപോലെ തന്നെ മറ്റൊരാൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും അതിൽ യുക്രൈൻ വിശദീകരണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് ഇറാനുമായി ബന്ധമുള്ള സൈനിക ചരക്ക് കൊണ്ടുപോകുന്ന റഷ്യൻ കപ്പലുകളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് തങ്ങൾ ഈ ഒരു കപ്പലുകളെ ലക്ഷ്യമിട്ടതെന്നാണ് ഉക്രൈൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇറാൻ്റെ കപ്പലുകൾക്ക് നേരെ യുക്രൈൻ്റെ ഒരു ആക്രമണം ഉണ്ടായി. അത് റഷ്യൻ കപ്പലുകളാണെന്ന്, അതായത് ഇറാൻ്റെ ബന്ധമുള്ള സൈനിക ചരക്ക് കൊണ്ടുപോകുന്ന റഷ്യൻ കപ്പലുകളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിൽ ഒരു നാവികൻ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു ശാന്തത, അതായത് ഇത്രയും ദിവസത്തെ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ശാന്തത വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമാധാന ചർച്ച പുരോഗമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സമാധാന ചർച്ചയിൽ ഒരു ആക്രമണങ്ങൾക്ക് വിരാമമിടുമോ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ആശങ്കയിലുള്ളത്. എന്തായാലും ഈ ഒരു സമാധാന ചർച്ച പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ വെടിനിർത്തൽ തുടരുമോ എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ സമാധാന ചർച്ച പുരോഗമിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത്